അപ്പോൾ ഈ നോട്ട് കോയിൻ നമ്മൾ നോക്കാം. ഇവിടെ നമ്മൾ ഈ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ടെലഗ്രാം ചാനലിൽ ഇതുപോലെയാണ് കാണുക. ഓൾറെഡി ലിസ്റ്റ് ചെയ്തതാണ്. ഓൾറെഡി ₹1.50 ഉണ്ട്. ഏകദേശം ഒരു 10-15ഓളം എക്സ്ചേഞ്ചുകളുണ്ട്. ബിനാൻസ് അടക്കം ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ചാണ് ബിനാൻസ്, അതിൽ വരെ ഉണ്ട്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ നിൽക്കുക. ഇവിടെ ഇപ്പോൾ കോഴ്സ് ഹോബിറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ ഒന്നും ചെയ്യേണ്ട. ജോയിൻ ഫ്രണ്ട്സ് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളൊരാളെ ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കാണാം. ഇൻവൈറ്റിൽ ഞെക്കുക. ഇവിടെ നമ്മളിങ്ങനെ ഇതാണ്ട് ഇവിടെ ഞെക്കി ഇവിടെ കളർ മാറ്റുക. അപ്പോൾ ഇത് കോപ്പി വരും. കോപ്പി ഞെക്കുക. ഇല്ല ഷെയറിൽ ഞെക്കുക. എന്നിട്ട് കോപ്പി എന്തെങ്കിലും ഞെക്കിയാൽ നമുക്ക് കോപ്പിയായി. കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ആൾക്ക് അയച്ചു കൊടുക്കുക. അതുകൂടാതെ ബാക്കടിക്കുക. എംപയർ എന്ന് പറഞ്ഞാൽ ഞെക്കുക. എംപയർ നമുക്കറിയാം എലോൺ മസ്കിൻ്റെ അത് നമുക്ക് ചെയ്യണം. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കൂടെ നമ്മൾ ഞെക്കുമ്പോൾ ഉണ്ട് ഇതുപോലെയാണ്. നോട്ട് എംപയർ അഡീഷണൽ 2% എയർ ഡ്രോപ്പ് റിവാർഡ് ഇയർലി നോട്ട് എംപയർ ടോട്ടൽ സപ്ലൈ യുവർ പോയിൻറ്റ്സ് സ്കോർ ഇവിടെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഞെക്കി കൊടുക്കുക. പോയിൻറ്റ്സിൻ്റെ അവിടെ ഞെക്കുക. അപ്പോൾ നോട്ട് എംപയർ ഉണ്ട്. ഇത് ഓരോ അച്ചീവ്മെൻ്റ് എടുത്ത ആളുകളാണ്. അപ്പോൾ നമ്മളത് വേണ്ട, ബാക്കടിക്കുക. നോട്ട് എംപയർ കോമ്പറ്റീഷൻ ഇവിടെ ഷെയർ ചെയ്യാനുള്ളത് ഓപ്ഷൻ ഉണ്ട്. റീഡ് ദി സ്റ്റോറി ഉണ്ട്. റീഡ് ദി സ്റ്റോറി എന്ന് പറഞ്ഞാൽ അവിടെ ഞെക്കുക. അപ്പോൾ ഇതുപോലെ കമ്മ്യൂണിറ്റി വരും. നമ്മൾ നോക്കുക. നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. ആയിട്ടില്ല. ഇതാണ് വേണ്ട. സിംപ്ലി എൻജോയ് ദി ഗെയിം. നെക്സ്റ്റ് സ്റ്റാർട്ട് ടാസ്ക് ഉണ്ട്. നെക്സ്റ്റ് ഇത് വന്നിട്ടുണ്ട്. എംപയർ നെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പച്ച മാർക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി ഫോളോ എംപയർ യൂട്യൂബ് അവിടെ ഞെക്കുക. അപ്പോൾ ഇവിടെ യൂട്യൂബ് ആണ്. യൂട്യൂബിൽ ഞെക്കി കഴിഞ്ഞാൽ യൂട്യൂബിലെത്തും. യൂട്യൂബിലൂടെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. ഇവിടെ സബ്സ്ക്രൈബ് നമ്മൾ ആക്കി കൊടുക്കുക. സബ്സ്ക്രൈബ് ഉണ്ട്. എംപയറിൻ്റെ ഇതാണ് ഉണ്ട്. ബാക്കടിക്കുക. നമ്മളിത് മാറ്റുക. വീണ്ടും അവിടെ തന്നെ വരിക. ഉണ്ട്. അതും പച്ചയായിട്ടുണ്ട്. കണ്ടിന്യൂ വിത്ത് ടാസ്ക്. ഇനി അടുത്തത് ഫോളോ എംപയർ ടെലഗ്രാമിൽ വരിക. അത് ഓക്കെ ആയിട്ടുണ്ട്. കണ്ടിന്യൂ. അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ടാണ്. കണ്ടിന്യൂ വിത്ത് ടാസ്ക് അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. താഴെ ഉണ്ട്. കണ്ട മുകളിലേക്ക് കയറുക. താഴെ അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതായതുകൊണ്ടാണ് ഇപ്പോൾ ഒട്ടക്ക് മാറ്റുന്നത്. എക്സ്പ്ലോർ മസ്റ്റ് എംപയർ. ഇൻവൈറ്റ് 5 പേരെ നമ്മൾ റെഫർ ചെയ്യാൻ പറയുന്നുണ്ട്. കണ്ടക്റ്റ് നെഗോഷിയേഷൻസ് മസ്ക് ഉണ്ട്. ഇതിലേക്ക് കണക്റ്റായി. അവിടെ ക്ലെയിം ഉണ്ട്. ഓഫ്ലൈൻ ബോണസ് നമുക്ക് ക്ലെയിം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തുകൊണ്ട് അതിലേക്ക് വന്നു. ഉണ്ട്. നെഗോഷിയേഷൻസ് സിറ്റി എടുത്താൽ കാണാം. നെഗോഷിയേഷൻസ് എടുത്ത് കണ്ടൻറ്റ് ഇതൊക്കെ എന്താണെന്നറിയില്ല. ഞാനിങ്ങനെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ നോക്കിയാലേ അറിയുള്ളൂ. അതെന്തോ വിന്നായി ക്ലെയിം
ഉണ്ട്, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിപ്പോൾ തൽക്കാലം അങ്ങോട്ട് തിരിച്ചവിടെ തന്നെ വരാം. ഇവിടെ ഡെയിലി റിവാർഡുണ്ട്, മസ്ക് അമ്പയർ, അതൊക്കെ എല്ലാം മസ്കിലേക്ക് തന്നെ പോകണത്. അപ്പോൾ അതൊക്കെ ചെയ്താൽ നമുക്ക് ഒരുപാട് റിവാർഡുകൾ കാര്യങ്ങളൊക്കെ കിട്ടും. ഡെയിലി റിവാർഡ് ക്ലെയിം ചെയ്ത് ഓക്കെ. ഇനി നമ്മൾ വേക്കടിക്കുക. കണ്ടിന്യൂ വിത്ത് ടാസ്ക്. എന്തായാലും അതവിടെ കിടക്കട്ടെ. ഇവിടെ പ്ലേ മസ്ക് അമ്പയർ. അവിടെ കാണുന്ന ഓരോന്നിലും നമ്മൾ ഞെക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മളിത് വീണ്ടും ബാക്ക് അടിക്കുക, വീണ്ടും ബാക്ക് അടിക്കുക. വീണ്ടും നമ്മൾ നോട്ട് കോയിനിൽ നോക്കുക. രണ്ട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആമർ ജോയിൻ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തതിൽ നോക്കുക. വാട്ട്സ് ന്യൂ നോട്ട് കോയിൻ ഉണ്ട്. അതിലോരോന്ന് നമ്മൾ ഞെക്കി കൊടുക്കുക. കമ്മ്യൂണിറ്റി ഞെക്കി കൊടുക്കുക. ഇതൊക്കെ ലോക്കാണ്, ചെയ്യേണ്ട. ഇത് മാത്രമാണ്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഒരാളെ ചേർക്കാനാണ് പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ലെവല്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ അടുത്ത് വന്നിട്ടുണ്ട്. അത് ചെയ്തപ്പോൾ അടുത്ത് വന്നിട്ട് അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുക. നോട്ട് കോയിൻ ഉണ്ട്. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഓരോന്നൊന്ന് വരണത്. അപ്പോൾ നമ്മളത് വീണ്ടും കയറി. അവിടെ ഇതില്ല. പിന്നെ ഇവിടെ രണ്ട് പേര് ചേർന്നുണ്ട്. ഇൻവൈറ്റ് ഫ്രണ്ട്, അത് കൊടുക്കുക. അപ്പോൾ വാട്ട്സ് ന്യൂ ബിറ്റ് കോയിൻ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ 2 ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് നോട്ട് കോയിൻ കമ്മ്യൂണിറ്റിയിൽ ഞെക്കുക. കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഏറ്റവും താഴത്തേക്ക് ചെല്ലുക. വ്യൂ ബോട്ട് എടുക്കുക. ഉണ്ട് സ്റ്റാർട്ട് വോം ഹോള് ഉണ്ടോ, ഇങ്ങനെ ഒരു ഇതുണ്ട്. എയർ ഡ്രോപ്പ്. ലെറ്റ്സ് ഗോ കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ നോട്ട് കോയിനിൽ തന്നെ എത്തി. നോട്ട് കോയിൻ എയർ ഡ്രോപ്പ് കണ്ടോ. കണക്റ്റ് വാലറ്റ് കൊടുക്കുക. ഞാൻ ടെലഗ്രാം വാലറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ടെലഗ്രാം വാലറ്റ് ആകുമ്പോൾ ഓൾറെഡി ഇതിലുള്ള, നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മളിത് ഡിലീറ്റ് ആയി പോയെന്നൊന്നും പേടിക്കണ്ട. എപ്പോഴും നമുക്കിവിടെ ഓൾറെഡി ടെലഗ്രാമിലുള്ളതാണ്. കണ്ടോ, വാലറ്റ് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ നോട്ട് കോയിൻ എത്ര? 100, 1000, 1000, ലക്ഷം, 1 ലക്ഷം നോട്ട് കോയിൻ
76 75. ആ, അപ്പോൾ ഇവിടെ അത്രയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് വീണ്ടും പോകാം. വീണ്ടും ബാക്കിലേക്ക് അവിടെ നമുക്ക് വേഗം തന്നെ നോക്കാം. വീണ്ടും നമ്മൾ അവിടെ വാട്ട്സ് ന്യൂ നോട്ട് കോയിൻ. അപ്പോൾ നോട്ട് കോയിൻ ഇയർലി എന്ന് പറഞ്ഞാൽ വേറെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഞെക്കി കൊടുക്കുക. അപ്പോൾ അവിടെ ഇതായി. അവിടെ നമ്മൾ വ്യൂ ചാനലെടുത്ത് നോക്കുക. ഈ ചാനലിൽ ഏറ്റവും ലാസ്റ്റ് എന്താ വന്നേക്കണം നോക്കുക. വ്യൂ ചാനലെടുത്ത് നോക്കുക. അപ്പോൾ അവിടെ ഒരു ജോയിൻ ചെയ്യാനുണ്ട്. വ്യൂ ചാനലെടുക്കുക. ഗോൾഡൻ അതൊക്കെ നമ്മൾ ബാക്ക് അടിച്ച് കൊടുത്തേക്കുക. അതൊക്കെ നമുക്ക് പോയിൻറ്റുകൾ കിട്ടാൻ നല്ല ഇയർലി അത് വേണ്ട ബാക്ക് അടിച്ച് വീണ്ടും നമ്മളിവിടെ 7 എന്ന് പറഞ്ഞാൽ ഞെക്കി 7 ഞെക്കി നെഗറ്റീവ് പോൾസ് ഇവിടെ നമ്മൾ വാട്ട്സ് ന്യൂ നോട്ട് കോയിൻ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വീണ്ടും നമ്മൾ ഞെക്കി. അപ്പോൾ അവിടെ ഇത്രയൊക്കെ ടിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. 4 കാര്യം ടാസ്ക്. ഇനി കമ്മ്യൂണിറ്റീസ് അടുത്ത 5ാമത്തെ അതും നമ്മൾ ചെയ്ത് റിസൾട്ട്. അപ്പോൾ ഇതെല്ലാം മുകളിലേക്ക് ഓടിച്ച് നോക്കുക. ചെയ്താണ്, പക്ഷേ എന്നാലും ബാക്കിലേക്ക് ഓടിച്ച് നോക്കുക. അവിടെ വേറെ ഒന്നും ചെയ്യാനില്ലെന്നാണ്. വെറുതെ ലൈക്കൊക്കെ കൊടുത്തേക്കുക. ഇനി നമ്മൾ ബാക്ക് അടിക്കുക. വീണ്ടും എടുക്കുക. നോട്ട് കോയിൻ്റെ അവിടെ ഞെക്കി നോക്കുക. ബാക്ക് ടു നോട്ട് കോയിൻ ഇവിടെ ഞെക്കുക. വീണ്ടും നോട്ട് കോയിനിൽ വെക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വാട്ട്സ് ന്യൂ ഉണ്ട്. അപ്പോൾ അവിടെ അതെല്ലാം ആയി. ഇത് കണ്ട യു ഹാവ് സ്റ്റാർട്ടഡ് ടു ഏൺ നോട്ട് കൊണ്ട് ഇപ്പോഴാണ് നമുക്ക് കോയിൻ കിട്ടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ബാക്ക് നോട്ട് വീണ്ടും നമ്മളൊന്നുകൂടി നോക്കാം. ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നോക്കട്ടെ. ഇവിടെ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ബാക്ക് അടിക്കാം. ഇയർലി കമ്മ്യൂണിറ്റി ഉണ്ട്. അയാൾ വെറുതെ നോക്കിയതാണ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും പോട്ടെ, ബാക്ക് അടിക്കാം. അപ്പോൾ ഏകദേശം നമ്മളിവിടെ തന്നെ ഗോൾഡ് ഇതെന്താണെന്ന് നോക്കട്ടെ. ബ്രോൺസും ഗോൾഡൊക്കെ എന്താണെന്നറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ വർക്കൊന്നുമില്ല. നമുക്ക് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ടാസ്ക് ഫില്ല് ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ വീണ്ടും നമ്മൾ താഴെ ബട്ടൺ ഞെക്കിയപ്പോൾ വീണ്ടും കമ്മ്യൂണിറ്റി വന്നിട്ടുണ്ട്. അതിൽ ഓക്കെ ഇവിടെ വീണ്ടും ടാസ്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, നോക്കാം. അപ്പോൾ ഓരോ ദിവസം ചിലപ്പോൾ ടാസ്ക് ഉണ്ടാകും. നമ്മളതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ നോട്ട് കോയിന് കഴിഞ്ഞ ദിവസം വേറൊരു ടാസ്ക് അല്ല, അങ്ങനെയൊക്കെ വേറൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. വേറൊരു എയർ ഡ്രോപ്പ് വന്നായിരുന്നു. പൈസ കൊടുത്തിട്ട് നമ്മളൊരു 400 രൂപക്ക് ടോൺ മേടിച്ച് അതിലിട്ട് കൊടുത്താൽ നമുക്ക് കോയിൻ കിട്ടുമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തു തുടങ്ങിയത്. പക്ഷെ അന്ന് എനിക്ക് കോയിൻ എടുക്കാൻ പറ്റിയില്ല. എക്സ്ചേഞ്ചിൽ നിന്ന് കോയിൻ എടുത്തപ്പോൾ അത് കുറച്ച് തടസ്സം വന്നുകൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്തില്ല. നോക്കട്ടെ. അതുകൊണ്ട് കണക്റ്റ് വാലറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വാലറ്റ് വീണ്ടും ചെയ്തതാണ്, ഓൾറെഡി ചെയ്ത് വെച്ചേക്കണതാണ്. ഓക്കെ, ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം.
ഓക്കെ, ഇതുള്ളൂ, വെറുതെ ഒന്ന് ചെയ്ത് വെക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ